രാവിലെ തന്നെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു കല്യാൺ സിൽക്സ് ഓപ്പണായിട്ട് നമ്മൾ മാത്രമേ പോകത്തുള്ളൂ, ബാക്കി എല്ലാവരും പോയി. എന്നാൽ പിന്നെ പോയിട്ടുള്ള കാര്യം. ബസ്സിൽ കയറിയപ്പോൾ സൈഡ് സീറ്റ്, പിന്നെ പാട്ട്, എന്ത് രസം. ഇറങ്ങി നേരെ കല്യാൺ സിൽക്സിലോട്ട് കാണാം. പരസ്യത്തിൽ കണ്ട പോലെ വലിയ ഷോറൂം തന്നെയായിരുന്നു. ഈ ഒരു മെറ്റീരിയലായിരുന്നു ഫസ്റ്റ് എടുത്തത്, അതിനുശേഷം ഈ ഒരു മെറ്റീരിയൽ. ഇത് രണ്ടും തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് നേരം റെഡിമെയ്ഡ് ബ്ലൗസസ് നോക്കി. സൂപ്പർ ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു, നല്ല റേറ്റ് കുറവുണ്ട്. ചേച്ചി നീരുവിന് ഷോർട്ട്സ് എടുക്കാനായി പോയി. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് ചാരുവിന് കുറേയധികം ഫ്രോക്ക് നോക്കി. ഒരുപാട് ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും പെൺകുട്ടികളുള്ള അമ്മമാർക്ക് ഇത് തന്നെയാണല്ലോ പരിപാടി. എടുത്തതെല്ലാം എനിക്ക് ഓരോന്നോരോന്നായി ഇഷ്ടപ്പെട്ടു. പുള്ളിയെ കൊണ്ട് ഞാൻ ഓരോന്നും എടുത്ത് നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഡിസ്പ്ലേ ഇട്ടിരുന്ന എല്ലാ ഡ്രസ്സും ഞാൻ പോയി നോട്ടായി. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷന്. പലതും ഓവർ സൈസായെന്ന് എനിക്ക് എടുക്കാനും പറ്റില്ലല്ലോ. പിന്നെ നോക്കി എല്ലാത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലായി. ഞാൻ പലപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ ആലോചിക്കാറുണ്ട്, നമ്മുടെയൊക്കെ കുഞ്ഞിലെ ഇത്രയും മാത്രം കളക്ഷൻസ് ഒന്നുമില്ലായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. കുറേ ഫ്രോക്കും പാവാടയെടുപ്പും. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തൊക്കെ വെറൈറ്റി അല്ലേ. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം നമ്മുടെ മക്കളെ ഇതൊക്കെ ഇട്ട് നടത്തിക്കൊണ്ട് പോകുന്ന എന്ത് രസമല്ലേ. എങ്കിലും ഇതുപോലുള്ള ഡ്രസ്സ് കാണാം, എന്ത് രസമല്ലേ. കുഞ്ഞുങ്ങളിത് ഇട്ടാലും നല്ല ഭംഗിയുണ്ടാകും. പിന്നെ അടുത്തതായി വാങ്ങിയത് കുറേ ക്ലിപ്പാണ്. നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു ക്ലിപ്പിനൊക്കെ. ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ ചേച്ചി ബില്ല് കണ്ടപ്പോൾ ഞെട്ടി. കൂടെ ഞാനും. വരം തൂക്കി സ്വയം വഴക്ക് പറഞ്ഞുകൊണ്ട് പോകുന്ന ചേച്ചീനെ കുറച്ചുകൂടി ഞാനും കൂടെ വഴക്ക് പറഞ്ഞു. തിരിച്ച് നടന്ന് ബസ്സിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ സൈഡിൽ നിന്ന് പുള്ളിക്കാരി ടിക്കറ്റിൽ എന്തോ പണി ഒപ്പിക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ഇതായിരുന്നു വെള്ളം ഉണ്ടാക്കുന്നു. ഈ പ്രായത്തിലും ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഇതോർത്ത് ചിരിച്ചു. കുറച്ച് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുന്നത് മനസ്സിലായപ്പോൾ എന്നെ നോക്കി കുറേ വഴക്ക് പറഞ്ഞിട്ട് കുറേ എക്സ്പ്രഷനും ഇട്ട് പുള്ളിക്കാർ തിരിഞ്ഞെങ്കിരുന്നു. എന്താ അല്ലേ. സ്റ്റോപ്പ് വന്നപ്പോൾ ചേച്ചി ഇറങ്ങി ടാറ്റ ബൈ ബൈ പറയുന്നതിന് പകരം തിരിഞ്ഞു നോക്കിയൊരു ചിരിയും തന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.